ദീർഘനാൾ കഴിക്കേണ്ട വൈറ്റമിനുകളിൽ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരും പ്രായമായവരും തീർച്ചയായിട്ടും കഴിക്കുന്ന ഒരു സപ്ലിമെൻറ്റേഷനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണത്താൽ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കാണാം. വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സോല്യുബിൾ വൈറ്റമിനാണ്. കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല കൊഴുപ്പുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ഒലിവെണ്ണയിലോ വെളിച്ചെണ്ണയിലോ പാകം ചെയ്യുന്ന ഭക്ഷണമാവാം, അതല്ല എന്നുണ്ടെങ്കിൽ മത്സ്യങ്ങൾ, മത്തി, അയില പോലുള്ള മത്സ്യങ്ങളാവാം, മുട്ടയുടെ മഞ്ഞയാവാം, നട്ട്സ്, സീഡ്സ് ആവാം, അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സ് ആവാം. അതല്ലാതെ ഒരിക്കലും വെറും വയറ്റിൽ ഗുളികയിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം നല്ലതല്ല. രണ്ടാമത്തത്, വൈറ്റമിൻ ഡി നമുക്ക് വെയിലത്ത് നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഭക്ഷണമോ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിന് ശേഷമാണ് വൈറ്റമിൻ ഡി നല്ലത്. രാത്രിയത്തെ ഭക്ഷണത്തിന് ശേഷം ഒരിക്കലും വൈറ്റമിൻ ഡി കഴിക്കാൻ പാടുള്ളതല്ല. മൂന്നാമത്തെ കാര്യം, വൈറ്റമിൻ ഡി കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പച്ചില വർഗ്ഗങ്ങൾ നന്നായി കഴിക്കുന്നതോടൊപ്പം ഉറപ്പുവരുത്തുക. കാരണം ഒരു ഭാഗത്ത് കാൽസ്യം ആഗിരണം ചെയ്യപ്പെടുമ്പോൾ മറുഭാഗത്ത് മഗ്നീഷ്യത്തിൻ്റെ ഒരു നല്ല സോഴ്സ് അത്യാവശ്യമാണ്. നാലാമത്തെ കാര്യം, പല ഫോമിൽ വൈറ്റമിൻ ഡി അവൈലബിൾ ആകുന്നത് എങ്കിലും സോഫ്റ്റ് ജെൽ ക്യാപ്സ്യൂൾസ് ആണ് ഏറ്റവും നല്ല ഫോം. ഈ 4 പോയിൻറ്റ്സും മനസ്സിൽ വെച്ചുകൊണ്ട് വൈറ്റമിൻ ഡി നമ്മൾ എടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത് നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ആകുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും.